ജനസഭയിലേക്ക് ഒരിക്കൽ കൂടി എല്ലാ പ്രേക്ഷകരെയും സ്വാഗതം ചെയ്യുന്നു. വീണ്ടും ചോദ്യങ്ങളിലേക്ക് വന്ന് ചോദിക്കാം പെട്ടെന്ന്. ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന CPM-ൻ്റെയും അതുപോലെ കോൺഗ്രസിൻ്റെയും പ്രതിനിധികളോടാണ് ചോദിക്കാനുള്ളത്. ഞാനൊരു ആരോഗ്യ മേഖലയായിട്ട് ബന്ധപ്പെട്ട ഒരു വ്യക്തിയാണ്. നമ്മളിപ്പോൾ പലതരത്തിലുള്ള വികസനങ്ങളെക്കുറിച്ച് നിങ്ങൾ രണ്ടുപേരും കേന്ദ്രം ചെയ്ത വികസനങ്ങളെക്കുറിച്ച് തട്ടിപ്പറിക്കുന്ന രീതിയിൽ രണ്ടുപേരും ചർച്ച ചെയ്തു. എന്നാൽ ഒരു ഇന്ത്യൻ പൗരന് അല്ലെങ്കിൽ ഒരു കേരളീയന് ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് ആരോഗ്യ മേഖല. ഈ ആലപ്പുഴ ജില്ലയിൽ എറണാകുളം തൊട്ട് അങ്ങ് കായംകുളം വരെ നോക്കിക്കഴിഞ്ഞാൽ ഏത് തരത്തിൽ വികസനമുള്ള ഒരു ഹോസ്പിറ്റലാണ് ആലപ്പുഴ ജില്ലയിൽ സ്ഥിതി ചെയ്യുന്നത്? അതൊന്നാമത്തെ ചോദ്യം. രണ്ടാമത്തത്, ആലപ്പുഴ ജില്ലയിൽ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് ഒരു വൈറോളജി ലാബും മണ്ടാനം മെഡിക്കൽ കോളേജുമായിട്ട് ബന്ധപ്പെട്ട് ഒരു വൈറോളജി ലാബും അതുപോലെ തന്നെ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലുമാണ് കഴിഞ്ഞ ഉദ്ഘാടനം ചെയ്തത്. അത് രണ്ട് കേന്ദ്ര വിഹിതം കൊണ്ട് റെഡിയാക്കിയതാണെന്നുള്ള കൃത്യമായിട്ട് ഇവിടുത്തെ ജനങ്ങൾക്ക് കൃത്യമായിട്ട് ബോധ്യമുണ്ട്. അതിൻ്റെ അകത്ത് കയറി സ്വന്തമായിട്ട് ഫ്ലെക്സ് ബോർഡുകൾ വെച്ച് ഇവിടുത്തെ സിറ്റിംഗ് MLA ആയിട്ടുള്ള H സലാമും AM ആരിഫും അടക്കമുള്ള ആളുകൾ ഫ്ലെക്സ് ബോർഡുകൾ വെച്ച് വികസനം ചെയ്യുന്നതല്ലാതെ ആലപ്പുഴ ജില്ലയ്ക്ക് വേണ്ടിയിട്ട് ഇവിടുത്തെ ജനങ്ങൾക്ക് വേണ്ടിയിട്ട് ആരോഗ്യ മേഖലയ്ക്ക് വേണ്ടിയിട്ട് ഒരു വികസനവും ചെയ്തിട്ടില്ലെന്ന് കൃത്യമായിട്ടുള്ള ബോധ്യമുണ്ട് ജനങ്ങൾക്ക്. ചോദ്യം. അതുപോലെ തന്നെ മറ്റൊരു കാര്യം കൂടെ ഇവിടെ നമുക്ക് കാണാൻ സാധിക്കും. ഇവിടെ ഇരുമ്പ് പാലമുണ്ട്. കേന്ദ്ര സർക്കാരിന്റെ അമൃത സരോവർ പദ്ധതി പ്രകാരം നടപ്പിലാക്കിയ ഇരുമ്പ് പാലമാണ്. അവിടെ ഫ്ലെക്സ് ബോർഡുകൾ വെക്കാൻ വേണ്ടി മാത്രമാണ് ഇവിടുത്തെ ആരിഫ് MP അവിടെ വന്ന് നിന്നിട്ടുള്ളത്. ഇവിടെ ഏത് വിഹിതം കേന്ദ്രത്തിന്റെ അതായത് MP ഫണ്ട് വിഹിതം ഉപയോഗിച്ച് ആലപ്പുഴ ജില്ലയിൽ നടപ്പിലാക്കിയ ഏത് വികസനമാണ് ഇവിടുത്തെ ആരിഫ് MP-ക്ക് ചൂണ്ടിക്കാണിക്കാനുള്ളത് ഇവിടുത്തെ ജനങ്ങളുടെ മുന്നിൽ? ആദ്യം ഷുക്കൂർക്ക, ആലപ്പുഴയിലെ ആരോഗ്യ മേഖലയുടെ ആ ദയനീയ അവസ്ഥയാണ് ആദ്യം അദ്ദേഹം ചൂണ്ടിക്കാണിച്ചത്. പിന്നീട് ആ ഇരുമ്പ് പാലത്തിന്റെ കാര്യം. ഈ ഇവിടെ പറഞ്ഞ ആരോഗ്യ മേഖലയിൽ വന്നിട്ടുള്ള പുത്തൻ സംരംഭങ്ങൾ ഒന്നിനും BJP ഗവൺമെന്റിന് അവകാശപ്പെടാൻ ഒന്നുമില്ല. ഞാൻ പദ്ധതികൾ കൃത്യമായിട്ട് പറയാം. ഈ പദ്ധതി മണ്ടാനം മെഡിക്കൽ കോളേജ് 1, 2 വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ട്. വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ട് എന്ന ആശയം 1995 ജപ്പാൻ ജ്വരത്തെ തുടർന്നുണ്ടായ ആശയമാണ്. കേന്ദ്ര സർക്കാരിന്റെ കോൺട്രിബ്യൂഷൻ ഒന്നുമില്ല. കേന്ദ്ര സർക്കാരിന്റെ ഉണ്ട്, പക്ഷെ BJP-ക്ക് അതിനകത്തൊന്നും അവകാശം. അത് കേന്ദ്ര സർക്കാർ അങ്ങനെ വേല കൂട്ടിയോണ്ടെന്ന് ഞാൻ നിർത്തില്ല. അങ്ങനെ വേല കൂട്ടിയോണ്ടെന്ന് ഞാൻ നിർത്തില്ല. കൃത്യമായ എന്റെ ചരിത്രം പറഞ്ഞേ പോയേ പറ്റൂ. 1995 ജപ്പാൻ ജ്വരം ഉണ്ടാകുന്നു. ആ ജപ്പാൻ ജ്വരത്തെ തുടർന്ന് അന്നത്തെ ഗവൺമെന്റിൽ മന്ത്രിയായിരുന്ന ശ്രീ VM സുധീരൻ ആലപ്പുഴ വന്ന് താമസിക്കുന്നു. അദ്ദേഹമാണ് കല്യാൺ ബാനർജി എന്ന ഡോക്ടറെ മായി ബന്ധപ്പെട്ട് പൂന വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ പ്രവർത്തനം ഇവിടെ ആരംഭിപ്പിക്കുന്നത്. അതിങ്ങനെ ഉണ്ടായ ഒരു ആശയം വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ട്. അതിനാവശ്യമായ പദ്ധതി സമർപ്പിച്ച് UPA ഗവൺമെന്റിൽ നിന്ന് അംഗീകാരം വാങ്ങി ആ UPA ഗവൺമെന്റ് കൊടുത്ത പണം കൊണ്ടാണ് ഇന്ന് വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ട് മെഡിക്കൽ കോളേജ് പരിസരത്ത് പ്രാവർത്തികമായത്. 1. 2, അന്ന് നമ്മുടെ മെഡിക്കൽ കോളേജിന്റെ 50ാം വാർഷികാഘോഷ പരിപാടികളുടെ ഭാഗമായി അന്ന് നമ്മുടെ രാഷ്ട്രപതി പ്രണാബ് കുമാർ മുഖർജി ആലപ്പുഴയിൽ വന്ന് അതിൻ്റെ ഉദ്ഘാടന കർമ്മം നടത്തുമ്പോൾ പ്രഖ്യാപിച്ചതാണ് UPA ഗവൺമെന്റിന്റെ ആലപ്പുഴ മെഡിക്കൽ കോളേജ് വികസന പദ്ധതി. പ്രധാനമന്ത്രിയുടെ പ്രത്യേക പദ്ധതി പ്രകാരം 254 കോടി രൂപയുടെ പദ്ധതി പ്രഖ്യാപിച്ചു. ആ പദ്ധതിയുടെ പ്രവർത്തനം പൂർത്തിയാകാൻ ഇനിയുമുണ്ട്. പൂർത്തിയായി കഴിയുമ്പോൾ അതിവിപുലമായ ആശുപത്രി ശൃംഖലയായി മൾട്ടിപർപ്പസ് സംവിധാനത്തിൽ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ വന്നിരിക്കുന്ന, ഞാൻ പറയട്ടെ എന്റെ സോണി, അത് വേവലാതിപ്പെടാതെ ഭയപ്പെടാതെ, ഞാൻ കണക്കുകളല്ലേ പറയുന്നത്, കണക്കുകളല്ലേ. അപ്പോൾ അവിടെ നടപ്പിലാക്കി. അത് ഇനിയും സൂപ്പർ സ്പെഷ്യാലിറ്റിയുടെ മറ്റ് കെട്ടിടങ്ങൾ ഇനിയും പൂർത്തിയാകാനുണ്ട്. ഡെന്റൽ കോളേജ്, ഇതിവിടെ ആരും പറയാത്തതാ, അതും ആ കാലഘട്ടത്തിലെയാണ്. ഞാൻ ഒന്നുകൂടെ പറയാം, ഞാൻ സാക്ഷിയാണ്. ഞാൻ ഉൾപ്പെടെ 2009 ശ്രീ KC വേണുഗോപാൽ ആദ്യമായി MP ആയി പാർലമെന്റിൽ പോയി സത്യപ്രതിജ്ഞ ചെയ്യുന്ന ദിവസം അന്നത്തെ ആരോഗ്യ വകുപ്പ് മന്ത്രിയെ കണ്ട് ആലപ്പുഴ ജില്ലയുടെ ആരോഗ്യ മേഖലയുടെ പുനഃസൃഷ്ടിക്ക് വേണ്ടി കൊടുത്ത പദ്ധതിയുടെ അടിസ്ഥാനത്തിലാണ്, അല്ലെങ്കിൽ നിവേദനത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഈ വികസനമെല്ലാം ആലപ്പുഴയിൽ തുടങ്ങി വെക്കാനും ഇപ്പോൾ പൂർത്തീകരിച്ചു
നടന്നുകൊണ്ടിരിക്കുന്നത് എന്ന് പറയാൻ Yes. ഓരോ കോൺഗ്രസ് പ്രവർത്തകനും അഭിമാനമുണ്ട്. അത് ശ്രീ KC വേണുഗോപാലിലുള്ള അഭിമാനമാണ് എന്ന് പറയാൻ ആഗ്രഹിക്കുന്നു. ആർക്കെങ്കിലും അത് അസത്യമാണെങ്കിൽ തെളിവുകൾ സഹിതം വന്ന് KC വേണുഗോപാലിനോടോ അല്ലെങ്കിൽ ഞങ്ങളോടോ സംവദിക്കാൻ വന്നാൽ അതിന്റെ യഥാർത്ഥ ചിത്രം നിങ്ങൾക്ക് പൂർത്തിയാകും. ഏതൊരു പാർട്ടി പ്രവർത്തകനും ഏത് പാർട്ടിയിൽപ്പെട്ട ആളുകൾക്കും ഇത് പരിശോധിക്കാം. നിയമസഭാ രേഖകളുണ്ട്, അത് പരിശോധിക്കാം. ലോക്സഭാ രേഖകളുണ്ട്, അത് പരിശോധിക്കാം എന്നിട്ട് പറഞ്ഞു. രാവിലെ അപ്പം അല്ല ഇവിടെ ശ്രീ A. ഷുക്കൂർ സംസാരിച്ച് ബൈപ്പാസിന്റെ കാര്യം ഇപ്പോൾ വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ടും ആലപ്പുഴയിൽ നടന്ന ഏത് പ്രവർത്തനങ്ങളാണെങ്കിലും പറയുന്നത് കേട്ടാൽ അല്ല ഞാൻ പറയട്ടെ ഇനിയും രാവിലെ പറയാനുണ്ട്. പറയുന്നത് കേട്ടാൽ പറഞ്ഞോട്ടെ സംസാരിക്കുമ്പോൾ തടസ്സപ്പെടുത്തില്ല. പറഞ്ഞോട്ടെ. ഞാൻ പറയുന്നത് കേട്ടാൽ എത്ര മനോഹരമായ നടക്കാത്ത സ്വപ്നം എന്നേ പറയാൻ പറ്റുള്ളൂ. എന്ന് വെച്ചാൽ സാങ്കല്പികമായി ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക കുറെ കാര്യങ്ങളാണ്. എന്താണ് ഇതിന്റെ തെളിവ്? ഞാൻ പറയട്ടെ ഇവിടെ ആരോഗ്യ മേഖലയിലെ കാര്യം പറഞ്ഞു. ഞാൻ തുടക്കത്തിൽ ഒരു കാര്യം പറഞ്ഞല്ലോ. തുടക്കത്തിൽ തുറവൂർ താലൂക്ക് ആശുപത്രി സഖാവ് AM ആരിഫ് അരൂർ MLA ആയിരുന്നപ്പോൾ 1,65,00,000 രൂപ മാറ്റിവെച്ചാണ് ഡയാലിസിസ് യൂണിറ്റ് അവിടെ സ്ഥാപിച്ചത്. 20,000 പേരാണ് ഇപ്പോൾ ഡയാലിസിസ് ചെയ്തത്. തുറവൂർ താലൂക്ക് ആശുപത്രി ഏറ്റവും വലിയ ആശുപത്രിയായി തലയെടുപ്പോടെ അവിടെ നിൽക്കുകയാണ്. ഇവിടെ കിഫ്ബി ഫണ്ട് ഉപയോഗിച്ച്, അതുപോലെ തന്നെ സംസ്ഥാന ഗവൺമെന്റ് പ്രത്യേകമായി ഇടപെട്ട് MPയും MLAയും ഇടപെട്ടിട്ടാണ് അവിടെ ഇപ്പോൾ ആ പണി നടക്കുന്നത്. അതുപോലെ തന്നെ ഞാൻ ആലപ്പുഴയിലെ ആരോഗ്യ മേഖലയിലെ ഇപ്പം ഇതിന്റെ കാര്യം പറഞ്ഞു. ഞാൻ തുടക്കത്തിൽ അത് പറഞ്ഞല്ലോ. ഇവിടെ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ വന്നപ്പോൾ ഞാൻ തുടക്കത്തിൽ പറഞ്ഞില്ലേ, അത് കേന്ദ്ര സർക്കാർ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ കൊണ്ടുവരുമ്പോൾ എല്ലാ സ്റ്റേറ്റിലും പറയുന്നത് എന്താ? കേന്ദ്ര ഗവൺമെന്റാണ് നടത്തുന്നത്. ഇവിടെ പറഞ്ഞു സംസ്ഥാന ഗവൺമെന്റ് കൂടെ പണം മുടക്കിയാലേ ഞങ്ങളിവിടെ ചെയ്യൂ. 57 കോടി രൂപ സംസ്ഥാന ഗവൺമെന്റ് മുടക്കിയെന്ന് ഞാൻ വെറുതെ അന്തരീക്ഷത്തിൽ നിന്ന് എടുത്ത് പറഞ്ഞതല്ല. മാധ്യമങ്ങളിലുണ്ട്, നിങ്ങൾ മാധ്യമപ്രവർത്തകരല്ലേ, പോയി നോക്കാലോ. അതാണ് ഞാൻ പറഞ്ഞത്. അവിടെ 8 തസ്തിക പുതിയതായിട്ട് സൃഷ്ടിച്ചു ഈ ആശുപത്രിയിൽ മാത്രം. അവിടെ അകത്തേക്ക് കയറിയാൽ നമുക്ക് അതിന്റെ സൗകര്യങ്ങൾ കാണാം. അല്ല രാഹുൽ, എനിക്കൊരു സംശയം. ആരോഗ്യ മേഖലയിൽ നമ്പർ 1 ആണെന്ന് പറയുന്നു. പക്ഷെ ഒരു പനി വന്നു കഴിഞ്ഞാൽ പോലും നമ്മുടെ മുഖ്യമന്ത്രി മന്ത്രിമാർ അമേരിക്കയിലേക്ക് അത് പറയണ്ട. ആരോഗ്യ മേഖലയിൽ നമ്പർ 1 എന്ന് പറയുമ്പോ കേരളത്തിലെ ആരോഗ്യ മേഖലയ്ക്ക് നമ്പർ 1 സ്ഥാനം കൊടുത്തത് ഞങ്ങൾ കേരള ഗവൺമെന്റ് അല്ല, നീതി ആയോഗാണ്. നീതി ആയോഗ്, കേന്ദ്ര സർക്കാരിന്റെ നീതി ആയോഗാണ് കേരളത്തിലെ ആരോഗ്യ പറഞ്ഞത്. സുസ്ഥിര വികസനത്തിന് 1ാം സ്ഥാനം നൽകിയ നീതി ആയോഗാണ്. ഇവിടെ വികസന പ്രവർത്തനങ്ങൾ കുറെ കാര്യം കൂടെ ഞാൻ പറയാനുണ്ട്. ഇവിടെ ആലപ്പുഴ അരൂർ മണ്ഡലത്തിലാണ് പെരുമ്പളം പാലം യാഥാർത്ഥ്യം. 100 കോടി രൂപ മുടക്കി ആരിഫ് മുൻകൈയെടുത്ത് നടപ്പിലാക്കിയ പെരുമ്പളം പാലം 12,000 ജനങ്ങൾ മാത്രമേ അവിടെ താമസിക്കുന്നുള്ളൂ. ഒരു പഞ്ചായത്താണ് ദ്വീപ്. ആ പെരുമ്പളം പാലം വർഷമല്ല 2019 അല്ല. ഒരു കാര്യം പറഞ്ഞോട്ടെ, ഞാൻ പറഞ്ഞു തീർക്കട്ടെ, എന്നിട്ട് പറയാം. നിങ്ങൾ പറഞ്ഞപ്പോൾ ഞാൻ കേട്ടോണ്ടിരിക്കും. ഇരുമ്പ് പാലത്തിന് അല്ല പെരുമ്പളം പാലം 100 കോടി രൂപ മുടക്കി ഒരു ദ്വീപിലേക്ക് വന്നു. അവിടെ കഴിഞ്ഞ ദിവസം അതിന്റെ പണി നടക്കുന്നു. പൂർത്തീകരണത്തിലേക്ക് 2 മാസത്തിനുള്ളിൽ വരും. ഒരു ദ്വീപ് ജനതയുടെ സ്വപ്നമാണ് അവിടെ സാഫല്യമാകുന്നത്. അത് ഉദ്ഘാടനം ചെയ്തത് സഖാവ് പിണറായി വിജയനാണ് 2019. ഞാൻ വേറൊരു കാര്യം, മാക്കേക്കടവ് നേരേക്കടവ് പാലം ആരിഫ് മുൻകൈ എടുത്ത് നടപ്പിലാക്കി. അത് നിയമ തടസ്സം പറയട്ടെ. മാക്കേക്കടവ് നേരേക്കടവ് പാലം 2016 ടെൻഡറിൽ ആരംഭിച്ചു. പറഞ്ഞോട്ടെ ഒരു മാന്യത കാണിക്ക്. എന്നെക്കാളും മുതിർന്നാളല്ലേ, ഒരു മാന്യത കാണിക്ക്. എന്നെക്കാളും മുതിർന്നാളല്ലേ, മാന്യത കാണിക്ക്. നമ്മൾ ചെറുതല്ലേ. പാലത്തെ ചൊല്ലി തർക്കം എന്തായാലും ജനങ്ങൾക്ക് പ്രയോജനപ്പെടാം. മാക്കേക്കടവ് നേരേക്കടവ് പാലം 2016 ആരംഭിച്ചു. ടെൻഡർ നടത്തി. പക്ഷെ നിയമ തടസ്സം വന്നു. അവിടെ കോടതി കേസ് പോയി. അത് തടസ്സപ്പെട്ടു. ഇടയ്ക്ക് വെച്ച് നിന്നു. ഇപ്പൊ ആ നിയമ തടസ്സം മാറി. റീടെൻഡർ ചെയ്തു. കഴിഞ്ഞ ദിവസമാണ് നിർമ്മാണ പ്രവർത്തനം ഉദ്ഘാടനം ചെയ്ത് വരുന്ന 6 മാസത്തിനുള്ളിൽ വൈക്കത്തേക്ക് ചേർത്തലയിൽ നിന്നും പോകാൻ കഴിയുന്ന ഏറ്റവും നല്ല പാലം അവിടെ യാഥാർത്ഥ്യമാകുകയാണ്. ജനങ്ങൾ, അരൂരിലെ ജനങ്ങൾ പറഞ്ഞോട്ടെ. ഇവിടെ കരുനാഗപ്പള്ളി പാർലമെന്റ് മണ്ഡലമാണല്ലോ. വലിയഴീക്കൽ നിന്നും കരുനാഗപ്പള്ളിയിലേക്ക് പോയാൽ ഇപ്പൊ മനോഹരം. നിങ്ങളൊന്ന് പോയി നോക്കിയാൽ നിങ്ങൾക്ക് അത് വ്യൂ ഒക്കെ എടുക്കാമല്ലോ. അവിടെ വലിയഴീക്കൽ പാലം വന്നിട്ടുണ്ട്. കിഫ്ബി ഫണ്ടാണ്. ഈ കോൺഗ്രസ്സുകാരല്ല ഫണ്ട് ഉപയോഗിച്ച് ഉദ്ഘാടനം എപ്പോഴാണ് ആലപ്പുഴ ജില്ലയിലെ പാർലമെന്റ് വികസനങ്ങൾ. ആ ചോദ്യത്തിന് കൂടെ മറുപടി, ഇരുമ്പ് പാലത്തിന്റെ മറുപടി കൂടെ പറഞ്ഞിട്ട്. ഇരുമ്പ് പാലം അമൃത് പദ്ധതി എന്ന് പറഞ്ഞ ഇവരുടെ വീട്ടിൽ, നരേന്ദ്രമോദിയുടെ വീട്ടിൽ നിന്ന് കൊണ്ടുവരുന്നത്. ശരി ഒരു കാര്യം അല്ല, ഒരു പറയട്ടെ അല്ല
പറയട്ടെ ഞാൻ പറഞ്ഞോട്ടെ ഇവര് പറയുന്നത് കേട്ടാൽ അല്ല പറയട്ടെ ആവശ്യമില്ലാത്ത ഞാൻ പറഞ്ഞോട്ടെ. അമൃത് പദ്ധതി എന്ന് പറഞ്ഞാൽ നടപ്പിലാക്കുന്നത് ആരാ? ഇവർക്ക് അറിയാത്തത് കൊണ്ടാണോ? അമൃത് പദ്ധതി നടപ്പിലാക്കുന്ന ആരാ? MP ആണ്. MP വഴിയാണ് നടപ്പിലാക്കുന്നത്. നരേന്ദ്രമോദി വന്നല്ല നടപ്പിലാക്കുന്നത്. കേന്ദ്ര MLA ഫണ്ട് എങ്ങനെ? MLA ഫണ്ട് ആരുടെയാ? MLA ഫണ്ട് ഇപ്പൊ രമേശ് ചെന്നിത്തല മുടക്കിയെന്ന് പറഞ്ഞല്ലോ. MLA ഫണ്ട് എവിടുന്ന? സംസ്ഥാന ഗവൺമെന്റിന്റെ അല്ലേ? ഞാൻ പറഞ്ഞത് MLA വഴിയും MP വഴിയുമാണ്. കേന്ദ്ര സർക്കാരിന്റെ ആണെങ്കിലും സംസ്ഥാന ഗവൺമെന്റ് നടത്തില്ല. നിങ്ങള് കേന്ദ്ര സർക്കാർ നരേന്ദ്രമോദി വന്നല്ല നടത്തുന്നത്. ഇത് കേന്ദ്രം എന്ന് പറഞ്ഞാൽ ഇവിടെ നിങ്ങളുടെ BJPയുടെ അല്ല. പൊതുജന ആരോഗ്യ സംവിധാനങ്ങൾ ഏറ്റവും അധികം ദുരവസ്ഥ പേറുന്ന ഒരു ജില്ലയാണ് ആലപ്പുഴ. ഞാൻ കൃത്യമായിട്ട് പറയാൻ സാധിക്കും. നിങ്ങൾ ഈ സമയത്ത് യാത്ര ചെയ്യണം. ആലപ്പുഴ ജില്ലയിലെ ഏതെങ്കിലും കമ്മ്യൂണിറ്റി ഹെൽത്ത് സെന്ററിൽ സാമൂഹിക ആരോഗ്യ കേന്ദ്രത്തിൽ 6 മണി കഴിഞ്ഞ ഒരു കാര്യം കാണിച്ചു തരാം. കമ്മ്യൂണിറ്റി ഹെൽത്ത് സെന്ററുകളിൽ എങ്ങനെയായിരുന്നു? ഉച്ചവരെയായിരുന്നു. പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങളിൽ ഒരാൾക്ക് 6 മണിക്ക് ശേഷം അസുഖം വന്നാൽ അവരെങ്ങോട്ട് പോകണം? CPM കോൺഗ്രസും ഉത്തർപ്രദേശിൽ ബോഡി ഒഴുകി നടക്കായിരുന്നു. കോവിഡ് വന്നപ്പോൾ ശവശരീരം ഒഴുകി നടക്കായിരുന്നു ഉത്തർപ്രദേശിൽ. യോഗി ഭരിക്കുന്ന ഉത്തർപ്രദേശിൽ ഇവിടെ ഭരിക്കാൻ ആളില്ലാത്തവരാണ്. ഇവിടുത്തെ ആശുപത്രി 6 മണി കഴിഞ്ഞ് PH സെന്ററിൽ ആളില്ലെന്ന് പറയുന്നത്. മോദി ഭരിക്കുന്ന ഗുജറാത്തിൽ അവിടെ ആശുപത്രി ഇല്ല, കിടക്കകളില്ല, ഓക്സിജൻ സിലിണ്ടർ ഇല്ല. ഓക്സിജൻ സിലിണ്ടർ കിട്ടാതെ മരിച്ചത് UP-ലാണ്. പറയട്ടെ, BJP പറയുന്നത് ഇവിടെ കേരളത്തിൽ 6 മണി വരെ പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിൽ താലൂക്ക് ആശുപത്രി ചെല്ലണം. ഞാൻ വെല്ലുവിളിച്ച് പറയാം. നിങ്ങളിപ്പോൾ തുറവൂർ നിങ്ങൾ ഞാൻ കൊണ്ടുപോകാം. ഞാൻ തിരുവനന്തപുരത്തായി പോയി, അല്ലെങ്കിൽ ഞാൻ വന്നേനെ. ഞങ്ങളുടെ ചെലവിൽ ഞങ്ങൾ കൊണ്ടുപോകാം. നമുക്ക് മറ്റു വിഷയങ്ങളിലേക്ക് പോവാം. വിമൽ, രാഹുൽ മറ്റു വിഷയങ്ങളിലേക്ക് പോവാം. ഓക്കെ, അടുത്ത ചോദ്യം പെട്ടെന്ന്. ആരോഗ്യ സംവിധാനങ്ങൾ ചോദിക്കട്ടെ. ഈ നിതിൻ ഗഡ്കരി നിങ്ങളുടെ നേതാവല്ലേ? നിങ്ങളുടെ ഗവൺമെന്റ് മന്ത്രിയല്ലേ? പിന്നെ ഒരു മന്ത്രിയല്ലേ ഹൈവേയുടെ? ആ നിതിൻ ഗഡ്കരി പറഞ്ഞ എന്താണെന്ന് അറിയാവോ? ഞാൻ കൊടുത്തിരിക്കുന്ന ഫണ്ട് ഏറ്റവും കൂടുതലായി ഈ പറഞ്ഞ പോലെ കേന്ദ്രത്തിൽ വന്നിരിക്കുന്ന ഏറ്റവും ഫണ്ടുകൾ ഉപയോഗിച്ചിരിക്കുന്നത് കേരള ഗവൺമെന്റ് ആണെന്ന് പറഞ്ഞിരിക്കുന്നത്. അത് അംഗീകാരം കിട്ടിയത് ഒന്ന്. രണ്ടാമത്തെ, ഇവിടെ കോട്ടയത്ത് ഒരു KPP അറിയാവോ? അത് നിങ്ങൾ വിൽക്കാൻ പോയതാണ്. കേന്ദ്രം പൊതുവെ അത് വിൽക്കാൻ പോയതാണ്. അത് ഇന്ന് ഏറ്റെടുത്ത് ഈ കേരള സംസ്ഥാനമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ആ രണ്ടിന് മറുപടി. പിന്നെ ശുക്കൂരിക്കടക്ക് ഒരു മിനിറ്റ്, അടുത്ത ശുക്കൂരിക്കടക്ക് ചോദിക്കാനുള്ള ഒരു കാര്യമാണ്. ശുക്കൂരിക്കടക്ക് കുട്ടികൾക്ക് പറഞ്ഞ പോലെ മാമന്റെ അവിടെ ഒരു കടയുണ്ടായിരുന്നു, ഇവിടെ ഒരു അപ്പം ഉണ്ടായിരുന്നു, ചിക്കൻ, ഇങ്ങനെ കുട്ടികൾക്ക് പറയുന്ന കുറെ കഥയും പറഞ്ഞു കൊടുത്ത് ആൾക്കാരുടെ പേരും പറഞ്ഞ് ഇതിന് ഞാൻ സാക്ഷി. ഏതാ വിയറ്റ്നാം കോളനിയിലെ നിയമസഭാ രേഖകളും ലോക്സഭാ രേഖകളും അതിന് സാക്ഷിയാണ്. ഒരു തർക്കവും മറുപടി അല്ലാതെ നമുക്ക് പോകാനാകില്ല. ശരി, ഓക്കെ. പെട്ടെന്ന് ഇദ്ദേഹത്തിന്റെ ചോദ്യം. സമയം വേണോ? അദ്ദേഹം പറഞ്ഞത് വലിയ അടിസ്ഥാനമുള്ള കാര്യമാണ്. നിതിൻ ഗഡ്കരിജി നേരിട്ട് ഇനിഷ്യേറ്റ് എടുത്തുകൊണ്ട് നിങ്ങളുടെ മുൻ മന്ത്രി ജി സുധാകരനോട് ചോദിച്ചു, അദ്ദേഹം പറഞ്ഞുതരും. ബഹുമാനപ്പെട്ട മുൻ മന്ത്രി ജി സുധാകരൻ പറഞ്ഞിട്ടുണ്ട്, ഇവിടെ ഇത് യാഥാർത്ഥ്യമാക്കിയതിൽ 100% പങ്ക് ശ്രീമാൻ നരേന്ദ്രമോദിക്കും ഗഡ്കരിക്കുമാണ്. 40 വട്ടം ഗഡ്കരിയെ പുകഴ്ത്തി സംസാരിച്ചിട്ടുള്ള ബഹുമാനപ്പെട്ട മുൻ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി, അദ്ദേഹത്തിന് യാഥാർത്ഥ്യം അറിയാം. ഇവിടുത്തെ കുട്ടി സഹായക്കൊക്കെ യാഥാർത്ഥ്യം അറിയുമാല. അതാ പ്രശ്നം. നിങ്ങൾ യാഥാർത്ഥ്യം മനസ്സിലാക്കണം. ദേശീയപാത വികസനവും ഇവിടുത്തെ ബൈപ്പാസ്. മറ്റു കാര്യം പറയാം. അരൂരിൽ 12.25 കിലോമീറ്ററിൽ 2200 കോടി രൂപ കൊടുത്തൊരു ആകാശപാത വരുന്നുണ്ട്. രാജ്യത്തെ 2ാമത്തെ ആകാശപാതയാണ്. നിതിൻ ഗഡ്കരിയും പ്രധാനമന്ത്രിയും യാഥാർത്ഥ്യമാക്കുന്ന പാതയാണ്. ഇവര് പറഞ്ഞല്ലോ 7 വർഷം മുമ്പ് ശ്രീമാൻ ആരിഫ് മാക്കക്കടവ് നേരെക്കടവ് പാലത്തിന്റെ പാരും പറഞ്ഞ് വോട്ട് പിടിച്ചു. ഇന്ന് 7 വർഷമായിട്ട് ആകാശം നോക്കി നിൽക്കുക. തൂണുകൾ ആകാശം നോക്കി നിൽക്കുക. കോട്ടയം ജില്ലയുമായി ബന്ധിപ്പിക്കുന്ന മാക്കേക്കടവ് നേരെക്കടവ് പാലം 7 വർഷമായിട്ട് UDF അതാണ് നിയമതടസ്സമായിരുന്നു. ഹൈക്കോടതി വിധി വന്നത് കഴിഞ്ഞ ദിവസമാണ്. അതിനുശേഷമാണ് ഇപ്പൊ പണി ആരംഭിച്ചത്. അല്ലാതെ LDF ഗവൺമെന്റ് കുഴപ്പമില്ല. ഹൈക്കോടതി കേസിന് പോയതുകൊണ്ടാണ് അപ്രോച്ചോടുമായി വന്നത്. പാലം പൂർത്തീകരിച്ചിട്ടില്ല. അതുമായി ബന്ധപ്പെട്ട് പാലം തൂണിലാണ്. 30 വർഷമായി. എവിടെ മറുപടി പറയേണ്ടി വരും? ഇവർ രണ്ടുപേരും പരാജയപ്പെട്ട ജനപ്രതിനിധികളാണ്.
പരാജയപ്പെട്ട ജനപ്രതിനിധിയാണ്. ഓക്കെ ഓക്കെ ഷുക്കൂർ പെട്ടെന്ന് ഒരു മിനിറ്റോട് പറയാം. ഒരു മിനിറ്റ് വിമൽ ഒരു നിമിഷം. അരൂരിന്റെ വികസനവും ആശുപത്രി വികസനവും ഒക്കെ പറഞ്ഞു. അരൂരിന്റെ ഭാഗമായ അത് തൊട്ടടുത്ത് കിടക്കുന്ന ചേർത്തല താലൂക്ക് ആശുപത്രിയുടെ ശോചനീയമായ അവസ്ഥ MP ഇതുവരെ കണ്ടിട്ടില്ല. വർഷം 5 പൂർത്തിയായി. വർഷം 5 പൂർത്തിയാകുമ്പോഴും നേരകടവ് പാലം അതിന് മുമ്പ് 3 വർഷം മുമ്പ് പിണറായി വിജയൻ ചെയ്യേണ്ട കാര്യമാണ്, ചെയ്തില്ല. ഉമ്മൻചാണ്ടി തറക്കല്ലിട്ട് തുടങ്ങി വെച്ചതാണ്. ഉമ്മൻചാണ്ടി തറക്കല്ലിട്ട് ശബരിമലയിലേക്കുള്ള ആദ്യത്തെ പാതയാണ് നമ്മുടെ തൈക്കാട്ടുശ്ശേരി പാലം, നേരേകടവ് മാക്കേക്കടവ് പാലം. ഉമ്മൻചാണ്ടി തന്നെ ഉദ്ഘാടനം ചെയ്തു. നോക്കൂ, ഇത് മാത്രമല്ല ഇതെല്ലാം ജയിക്കുമ്പോൾ പോലും അരൂർ നിയോജക മണ്ഡലത്തിൽ 2500 വോട്ടിന്റെ ഭൂരിപക്ഷം ഷാനിമോൾ ഉസ്മാൻ ആയിരുന്നു. അതിന്റെ അർത്ഥം എന്താണ്? അരൂരിൽ ഒരു MLA-യുടെ പ്രവർത്തനം എങ്ങനെയായിരുന്നു എന്നുള്ളതിന്റെ വിധിയെഴുത്തല്ലേ? അതല്ലേ വിധിയെഴുത്ത്? കരുനാഗപ്പള്ളി, ഹരിപ്പാട്, അമ്പലപ്പുഴ, ആലപ്പുഴ, അരൂര് ഞങ്ങൾ ഭൂരിപക്ഷം നേടിയ മണ്ഡലങ്ങളാണ്. അവിടെ വലിയ ഭൂരിപക്ഷവും ഇത്തവണ കായംകുളത്തും ചേർത്തലയിലും ഭൂരിപക്ഷം. ഇതാണ് ഞങ്ങളുടെ ലക്ഷ്യം. 100% കോൺഫിഡൻസ് ഉണ്ടാകും. പാലം, റോഡ്, ആശുപത്രി ഇതിലൊക്കെ ഇങ്ങനെ കറങ്ങി നിൽക്കുകയാണ് ഇവിടുത്തെ ചർച്ച. ഇനി അരമണിക്കൂർ മാത്രമേ ശേഷിക്കുന്നുള്ളൂ. തിരിച്ചു വരാം ഇടവേളയ്ക്ക് ശേഷം. ആലപ്പുഴ ജനസഭ 25 മിനിറ്റ് കൂടി അവശേഷിക്കുന്നു. ചോദ്യങ്ങളിലേക്ക് പോകുന്നു. പെട്ടെന്ന് ചോദിക്കാം. പെട്ടെന്ന് ചോദ്യം. കോൺഗ്രസ് പ്രതിനിധിയോടാണ് എന്റെ ചോദ്യം. ചേട്ടാ ഒരു മിനിറ്റ് പ്ലീസ്. പ്രിയമുള്ള കോൺഗ്രസ് പ്രതിനിധിയോടാണ് എന്റെ ചോദ്യം. പ്ലീസ് 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 ചോദിക്ക്. നമുക്കറിയാം, നിലവിലെ കേന്ദ്രത്തിന്റെ അല്ലെങ്കിൽ കോൺഗ്രസിന്റെ ഹൈക്കമാൻഡായി നിൽക്കുന്ന ഹൈക്കമാൻഡായി നിൽക്കുന്ന രാഹുൽ ഗാന്ധി എന്ത് അടിസ്ഥാനത്തിലാണ് ഈ കേരളത്തിൽ വന്ന് മത്സര രംഗത്ത് നിൽക്കുന്നത്? ഒരു ചോദ്യം. അതേപോലെ തന്നെ ഈ ACCയുടെ തന്നെ ഇപ്പൊ സംസ്ഥാന വർക്കിംഗ് പ്രസിഡന്റോ അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സ്ഥാനത്ത് നിൽക്കുന്നതാണ് KC വേണുഗോപാൽ. അയാൾ എന്തുകൊണ്ടാണ് ഈ ആലപ്പുഴയിൽ BJP ഒട്ടുമില്ലാത്ത ഈ ആലപ്പുഴയിൽ വന്ന് നിൽക്കേണ്ട കാര്യം എന്താണ്? ഞാൻ ഒരു കാര്യം, നട്ടലില്ലാത്തോണ്ടാണോ ഈ പറഞ്ഞ BJPക്കെതിരായി യുദ്ധം പ്രഖ്യാപിച്ചുകൊണ്ട് നിങ്ങൾ ഈ രാജ്യത്ത് മൊത്തം പല കാര്യങ്ങളും സംസാരിക്കുന്നു? നിങ്ങൾ ഈ BJP ഇല്ലാത്ത ഈ സംസ്ഥാനത്ത് വന്ന് അവർക്കെതിരെ മത്സരത്തിക്കുന്നത് എന്തിന്റെ പേരിലാണെന്ന് അറിഞ്ഞാൽ കൊള്ളാം. പ്രിയപ്പെട്ട LDF സുഹൃത്ത്, നിങ്ങളുടെ നേതാവ് സീതാറാം യെച്ചൂരിയോട് ചോദിക്കണം, എന്തിനാണ് രാഹുൽ ഗാന്ധി വയനാട്ടിൽ മത്സരിക്കുന്നതെന്ന് അങ്ങോട്ട് ചോദിക്കണം. വയനാട് രാഹുൽ ഗാന്ധിയുടെ, ഞാൻ പറയട്ടെ, രാഹുൽ ഗാന്ധിയുടെ സിറ്റിംഗ് സീറ്റാണ്. നിസ്സാര വോട്ടിന്റെ ഭൂരിപക്ഷമല്ല, 4.5 ലക്ഷം വോട്ടിന്റെ ഭൂരിപക്ഷത്തെ ജയിച്ച സ്ഥലമാണ്. ഞാനൊന്ന് പറയട്ടെ, അത് ഞങ്ങളുടെ അവകാശമാണ്. അത് ഇന്ത്യ മുന്നണി എല്ലാ കക്ഷികളും അംഗീകരിച്ചിട്ടുണ്ട്. പക്ഷെ അതിന്റെ യാഥാർത്ഥ്യവും പച്ചയായ സത്യവും പിണറായി വിജയനോ അല്ലെങ്കിൽ സീതാറാം യെച്ചൂരിക്കോ കേരളത്തിൽ പറയാൻ പറ്റില്ല. മറ്റ് സംസ്ഥാനങ്ങളിൽ വരുമ്പോൾ അത് പറഞ്ഞുകൊള്ളും. മാത്രമല്ല, ഞങ്ങൾ രാഹുൽ ഗാന്ധിയുടെ ഈ കൈപ്പത്തി കൊണ്ടുവേണം മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് CPM-ന് അത് ഞങ്ങൾ ചെയ്യും. രണ്ടാമത്തെ കാര്യം, KC വേണുഗോപാൽ ഇത്തവണ ഇവിടെ മത്സരിക്കണമെന്ന് ഞങ്ങൾക്ക് നിർബന്ധമുണ്ട്. കാരണം ആലപ്പുഴയിൽ നിന്ന് KC വേണുഗോപാൽ ജയിക്കുമ്പോൾ പാർലമെന്റിൽ ഒരംഗബലം കൂടി കൂടുകയാണ്. അംഗബലം സൃഷ്ടിക്കപ്പെടുന്നത് അംഗസംഖ്യ മാത്രമാണ് നോക്കുന്നത്. ഉപരിസഭ, രാജ്യസഭയിലെ നിയമനിർമ്മാണം ഒരു ഭരണകൂടം സൃഷ്ടിക്കാൻ, നരേന്ദ്രമോദിയെ താഴെയിറക്കാൻ ലോക്സഭയിൽ ഒരംഗം കൂടി ഉണ്ടാകണം. അല്ലെങ്കിൽ അത്തരത്തിൽ പിന്തുണ വേണം. അതിന് ലോക്സഭ അംഗങ്ങളുടെ ബലവും കൂടണം. അതിനാണ് KC വേണുഗോപാൽ. അടുത്ത ചോദ്യം പെട്ടെന്ന്. പ്ലീസ് ചേട്ടാ ഒരു മിനിറ്റ് ചോദിക്കട്ടെ പ്ലീസ്. രാഹുലിനോടും അതാണ് നമ്മുടെ ലക്ഷ്യം. ഷുക്കൂർക്കേടും രാഹുലിനോട് ഒരൊറ്റ ചോദ്യമേ ഉള്ളൂ.
നരേന്ദ്രമോദി ഗവൺമെൻറ് ഇവിടെ അധികാരമേറ്റതിന് ശേഷം 76,000 കിലോമീറ്റർ നാഷണൽ ഹൈവേ ആണ് ഇന്ത്യ മുഴുവൻ പണിത് കൂട്ടിയിരിക്കുന്നത്. നമ്പർ 1. നമ്പർ 2, ഈ രാജ്യത്ത് 7,88,00,000 കുടുംബങ്ങൾക്ക് ജൽ ജീവൻ മിഷൻ പ്രകാരം വെള്ളം എത്തിച്ചിട്ടുണ്ട്. കേരളത്തിലും 36 ലക്ഷം ആൾക്കാർ വെള്ളം ഉപയോഗിക്കുന്നുണ്ട്. അടുത്തത് 13.8 കോടി ആവാസ് യോജന പ്രകാരം കക്കൂസുകൾ കൊടുത്തിട്ടുണ്ട്. ഇപ്പോഴും കേരളത്തിൽ 18,000 28,000 പെൻഡിങ് ആണ്. അടുത്തത് വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ട് 1995 തറക്കല്ലിട്ടതാണ്, അല്ലാന്ന് പറയുന്നില്ല. പക്ഷെ അത് പണിയാൻ വേണ്ടി 2014 അധികാരത്തിൽ ഞാൻ കംപ്ലീറ്റ് ചെയ്യട്ടെ, അവിടെ നിൽക്ക്. 2014 ശേഷം ഇന്ത്യ മൊത്തത്തിൽ നടത്തുന്ന റെയിൽവേ വികസനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം 96,000 കോടി രൂപയാണ്. ആലപ്പുഴയിലും മാരാരിക്കുളത്തും മാത്രമല്ല, എറണാകുളം സൗത്ത്, എറണാകുളം നോർത്ത്, തൃശ്ശൂര്, കന്യാകുമാരി, കോഴിക്കോട്, തിരുവനന്തപുരം എല്ലായിടത്തും ഈ രാജ്യം മുഴുവൻ റെയിൽവേ വികസിക്കുന്നുണ്ട്. വന്ദേ ഭാരത് മിത്രം ഒക്കെ ആയിട്ട് ഇവിടെ ഓടുന്നുണ്ട്. എൻ്റെ ചോദ്യം ഇത്രയേ ഉള്ളൂ, 2014 വരെ ഒരു ടേമില് BJP ഗവൺമെന്റും ഒരു ടൈമിൽ ദേവഗൌഡയുടെ നേതൃത്വത്തിലുള്ള ഗവൺമെന്റും അല്ലാതെ ഇവിടെ ഇരുന്നത് മുഴുവനും കോൺഗ്രസ് ആണ്. 2004 തൊട്ട് 2014 വരെ CPM-ഉം കോൺഗ്രസും ചേർന്ന UPA ഗവൺമെന്റ് ആണ്. അന്നൊന്നും നിങ്ങൾക്ക് ഈ ഫണ്ടില്ലായിരുന്നു. അനിൽ നമ്പ്യാർ ഈ ഫണ്ട് ഇല്ലായിരുന്നോ? ഈ കർഷക പെൻഷൻ കൊടുത്ത 2,96,000 കോടി രൂപ ഈ ഫണ്ടൊക്കെ എവിടെയായിരുന്നു? വീട്ടിൽ കൊണ്ടുപോകായിരുന്നു. കൃത്യമായി സമയം ഞാൻ പറയട്ടെ, ചോദ്യങ്ങൾക്ക് മറുപടി. കഴിഞ്ഞ 10 വർഷക്കാലം കൊണ്ടുണ്ടായ രാജ്യമല്ല ഇന്ത്യ ഇത്ര വികസിതമായി. അത് മുഴുവൻ ഉണ്ടാക്കിയതിന്റെ അടിസ്ഥാനം ശിലയിട്ട് ഇത്രയും വികസിത ഭാരതമാക്കി ഉണ്ടാക്കാൻ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസും ഭരണകൂടങ്ങളുമാണ്. ഞങ്ങൾ കൊടുത്ത ഒരു ഗ്യാരണ്ടിയും ഞങ്ങൾ നടപ്പാക്കാതെ ഇരുന്നിട്ടില്ല. ഞാൻ പറയാം, എന്നെ തടസ്സപ്പെടുത്തരുത്. ഗ്യാരണ്ടി കൊടുത്തതെല്ലാം നടപ്പിലാക്കിയിട്ടുണ്ട്. ഏത് ഗ്യാരണ്ടിയാണ് കോൺഗ്രസ് ഗവൺമെന്റിന്? തൊഴിൽ ഉറപ്പ് ഗ്യാരണ്ടി നടപ്പിലാക്കിയില്ലേ? തൊഴിലില്ലായ്മയ്ക്ക് പരിഹാരം ഉണ്ടാക്കാൻ കഴിഞ്ഞ 45 വർഷക്കാലത്തിനിടയിൽ ഏറ്റവും കൂടുതൽ തൊഴിൽ രഹിതരുണ്ടായ രാജ്യം ഇന്ത്യ രാജ്യമാണെന്ന് കണക്കുകൾ രേഖപ്പെടുത്തുന്നു. 1. 2, വിലക്കയറ്റം കൊണ്ടും നാണയപ്പെരുപ്പം കൊണ്ടും ഈ രാജ്യം നശിച്ച അവസ്ഥയിൽ പട്ടിണി കൊലകളുടെ എണ്ണം കൂടിയിരിക്കുന്നു. പട്ടിണി പാവങ്ങൾ വർദ്ധിച്ചിരിക്കുന്നു. ഇതാ ഹങ്കർ ഇൻഡെക്സിൽ ഇന്ത്യയുടെ സ്ഥാനം എത്രാമതാണ്? ഈ കാലം അത്രയും 10 വർഷക്കാലം നരേന്ദ്രമോദി ആധികാരികമായി അത് ഞാൻ വെല്ലുവിളിക്കുന്നു. എവിടെയും ഞങ്ങൾ സംവാദത്തിൽ കൊണ്ടുവന്ന് അവതരിപ്പിക്കാം. ഹങ്കർ ഇൻഡെക്സിൽ ഇന്ത്യ ഇപ്പോൾ 100-ന് മുകളിലാണ് താഴെ പോയിരിക്കുന്നു. ഇവിടെ മോദിയുടെ ഗ്യാരണ്ടി എന്തായിരുന്നു? പ്രതിവർഷം 2 കോടി ജനങ്ങൾ തൊഴിലില്ലാത്ത ചെറുപ്പക്കാർക്ക് ജോലി. 10 വർഷം കൊണ്ട് 20 കോടി ചെറുപ്പക്കാർക്ക് ജോലി കിട്ടണ്ടേ? പെട്രോളിന് 60 രൂപയിൽ താഴെ കൊടുക്കും. 110 ഇന്ന് ഒരു കൺകിട്ട് കാണിച്ചു 2 രൂപ കുറച്ചേക്കാം. ഡീസലിനും ക്രൂഡ് ഓയിലിനും വില കുറയുമ്പോൾ ഡീസലിനും പെട്രോളിനും ഗ്യാസിനും വില കുറയണം. മോദിയുടെ 10 വർഷക്കാലവും ഒരു നയ പൈസ കുറഞ്ഞിട്ടില്ല. തെരഞ്ഞെടുപ്പ് വന്നപ്പോൾ തട്ടിപ്പായി പുതിയ ഗ്യാരണ്ടി പറയുന്നു. മോദി ഒരു കാലഘട്ടത്തിലും പറഞ്ഞ വാക്ക് പാലിച്ചിട്ടില്ല. 15 ലക്ഷം രൂപ പാവപ്പെട്ടവന്റെ അക്കൗണ്ടിലേക്ക് കള്ളപ്പണം പറഞ്ഞു കൊണ്ടുവരുമെന്ന് പറഞ്ഞത് മോദിയാണ്. മോദിക്ക് കൊണ്ടുവരാനായില്ല. പട്ടിണി പാവങ്ങളുടെ എണ്ണം കൂട്ടി, തൊഴിൽ രഹിതരുടെ എണ്ണം വർദ്ധിപ്പിച്ചു. കർഷകരുടെ താങ്ങുവില, വിളകളുടെ താങ്ങുവില കൊടുക്കുമെന്ന് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഉറപ്പ് നൽകി. ഇപ്പോഴും അതിന്റെ പ്രക്ഷോഭം നമ്മുടെ രാജ്യത്ത് നടക്കുന്നു. കേരളത്തിലെയല്ല, രാജ്യത്താസകലം എന്ന് മാത്രമല്ല എത്രയോ വാഗ്ദാനങ്ങൾ വെള്ളത്തിൽ വരച്ച വര പോലെ. ഇന്ത്യയുടെ ചീഫ് ഇലക്ഷൻ കമ്മീഷണർ കഴിഞ്ഞ ദിവസം പറയുകയാണ്, അധികാരത്തിലിരിക്കുന്നവർ
ഈ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ വാഗ്ദാനം കൊടുക്കരുത്. അധികാരത്തിൽ ഇരിക്കുമ്പോൾ ഇതൊക്കെ ചെയ്യണം എന്ന് പറയുന്ന ചീഫ് ഇലക്ഷൻ ഏജന്റ് ഉള്ള ചീഫ് ഇലക്ഷൻ കമ്മീഷനുള്ള രാജ്യമാണ് ഇന്ത്യ. എന്താണ് ഇതിന്റെ യാഥാർത്ഥ്യം? 10 വർഷക്കാലം ജനങ്ങളോട് പറഞ്ഞ വാക്കു പാലിക്കാത്ത, ജനങ്ങളെ വഞ്ചിച്ച ഒരു ഭരണകൂടം, ജനങ്ങളെ ഭിന്നിപ്പിച്ച, വർഗീയതയെ പ്രോത്സാഹിപ്പിച്ച, മനുഷ്യർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഭിന്നിപ്പിന്റെ രാഷ്ട്രീയം കൊണ്ടുവന്ന ഈ രാജ്യം നിലനിൽക്കണമോ വേണ്ടയോ എന്ന് തീരുമാനിക്കപ്പെട്ട ഒരു തെരഞ്ഞെടുപ്പായി ഇതിനെ കാണണം. ആ രൂപത്തിൽ ഇതിനെ എടുക്കും ജനങ്ങൾ എന്നുള്ള വിശ്വാസമാണ് എനിക്കുള്ളത്. തെരഞ്ഞെടുപ്പ് പ്രസംഗമാക്കി ലോകത്തിലാണ് അന്താരാഷ്ട്ര നാണ്യനിധി IMF ഇന്ത്യയെ മോദി അഭിനന്ദിച്ചു. ലോകത്തെ 5ാം സാമ്പത്തിക ശക്തിയായിട്ട് ഭാരതം മാറിയതിന് ഐക്യരാഷ്ട്രസഭ മോദിയെയും ഐക്യരാഷ്ട്രസഭ അല്ലല്ല ഞാൻ പറയാം പറയട്ടെ ഐക്യരാഷ്ട്രസഭ ഭാരതത്തെ മോദി അഭിനന്ദിച്ചു. എന്താണെന്നറിയാമോ? 125 രാജ്യങ്ങളെ ഉള്ളൂ. അതിൽ 111 ഇന്ത്യ. 125 രാജ്യങ്ങളെ ഉള്ളൂ. പാകിസ്ഥാന് മുമ്പിലാണ്. മോദി ഭരണത്തിൽ 25 കോടി ജനങ്ങൾ ദാരിദ്ര്യമുക്തരായി. ഐക്യരാഷ്ട്രസഭയുടെ കണക്കാ. മറ്റൊരു കാര്യം ഞാൻ പറയാം. ആലപ്പുഴയുടെ കയർ തൊഴിലാളികൾ പെരുവഴിയിൽ, ആലപ്പുഴയുടെ കക്കാ തൊഴിലാളികൾ പെരുവഴിയിൽ, ആലപ്പുഴയുടെ കർഷക തൊഴിലാളി ആത്മഹത്യയുടെ മുനമ്പിൽ, ആലപ്പുഴയുടെ പരമ്പരാഗത തൊഴിലുകളെല്ലാം നശിച്ചു. ഇവർക്ക് ഇന്ന് ആശ്രയം, ഞാൻ പറയാം സുഹൃത്തെ, ഇവർക്ക് ഇന്ന് ആശ്രയം കേന്ദ്ര സർക്കാരിന്റെ ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി മാത്രമാണ്. മോദിജിയാണ് പൈസ കൊടുത്തത്. എത്രയെന്നറിയാവോ? മോദിജി 1800 കോടിയാണ് ആലപ്പുഴ ജില്ലയ്ക്ക് തൊഴിലുറപ്പിന് സാമ്പത്തിക സഹായം കൊടുത്തത്. അതുകൊണ്ടാണ് ഇവിടുത്തെ പട്ടിണി പാവങ്ങൾ പട്ടിണി കിടന്ന് മരിക്കാതിരുന്നത്. അത് നിങ്ങളുടെ സഹായം കൊണ്ടല്ലേ. 7 മാസമായിട്ട് പെൻഷൻ കൊടുത്തിട്ടില്ല. 7 മാസം മോദിജിയുടെ തൊഴിലുറപ്പിന്റെ 1800 കോടി ആലപ്പുഴയ്ക്ക് കിട്ടി. ഞാൻ വേറെ കണക്ക് പറയാം. കിസാൻ സമ്മാൻ നിധി ആലപ്പുഴ ജില്ലയിൽ 1,69,000 പേർക്ക് സഹായം ലഭിക്കുന്നുണ്ട്. ജൻധൻ യോജനയിൽ ബാങ്ക് അക്കൗണ്ടിലൂടെ ഇതൊക്കെ ലഭിക്കുന്നുണ്ട്. അത് മാത്രമല്ല അരി പറയാം. ആലപ്പുഴ ജില്ലയിൽ 11,30,000 പേർക്ക് സൗജന്യമായി അരി ലഭിക്കുന്നുണ്ട്. 11,30,000 പേർക്ക്. അവർക്ക് എത്ര കിട്ടിയെന്നറിയാവോ? ഞാൻ ഈ CPM-ന്റെയും കോൺഗ്രസിന്റെയും പ്രതിനിധികളോട് പറയുവാണ്, മോദിജി പ്രധാനമന്ത്രി ഗരീബ് കല്യാൺ അന്ന യോജന കോവിഡിന് ശേഷം പ്രഖ്യാപിക്കപ്പെട്ട ഒരു വ്യക്തിക്ക് 200 കിലോ അരി സൗജന്യമായി ഇപ്പൊ കൊടുത്തു കഴിഞ്ഞു. ഒരു വ്യക്തിക്ക് ആലപ്പുഴ ജില്ലയിൽ 11 ലക്ഷം പേരുണ്ട്. ആലപ്പുഴ ജില്ലയിൽ 11 ലക്ഷം പേരുണ്ട്. അത് മാത്രമാണോ? ഇതുപോലെ ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയടക്കമുള്ള ആശാ വർക്കർമാർക്ക് ശമ്പളം കൊടുക്കുന്നത് നരേന്ദ്രമോദിജിയാണ്. കുടുംബശ്രീയെ താങ്ങി നിർത്തുന്നത് നരേന്ദ്രമോദിജിയാണ്. ഇവിടെ മുദ്രാ ലോൺ കഴിഞ്ഞ വർഷം മാത്രം ആലപ്പുഴ ജില്ലയിൽ 1000 കോടി രൂപയാണ് ഈടില്ലാതെ വിതരണം ചെയ്തത്. മുദ്രാ ലോണിൽ ഇവിടെ ഈ കേരളത്തിൽ പദ്ധതിയിലൂടെ ഉണ്ടായി. യുവജനങ്ങൾ പെരുവഴിയിലാണ്. യുവജനങ്ങൾക്ക് തൊഴിൽ കൊടുക്കുന്നത് അല്ലാതെ എന്തെങ്കിലും പിണറായി വിജയൻ രക്ഷപ്പെട്ടു പോയില്ല. 8 വർഷമായിട്ട് ഒരു പദ്ധതി പറയാനുണ്ടോ? ഇവിടെ UDF ഇത്രയും കാലം ഭരിച്ചൊരു പദ്ധതി പറയാനുണ്ടോ? ഒരു പദ്ധതിയുമില്ല. അടിച്ചു മാറ്റി നടപ്പിലാക്കുന്നതല്ലാതെ ഒരു പദ്ധതി പോലും CPM-നും കോൺഗ്രസിനും പറയാനില്ല. ഒരു മിനിറ്റ് പറയാം. ഞാനൊരു ഇടവേള കൂടി എടുക്കുകയാണ്. ഉടൻ തിരിച്ചെത്താം. ഇത് നമ്മുടെ കേരളം കൂടിയാണ്. രാഹുൽ അപ്പൊ ഞാൻ പറഞ്ഞു, നേരത്തെ എന്നോട് ചോദ്യം ചോദിച്ചിട്ട് ഇവർ രണ്ടുപേരും മറുപടി പറഞ്ഞു. ഞാൻ തിരിച്ചു വരുമല്ലോ. വെറുതെ ബഹളം വെക്കേണ്ട കാര്യമില്ലല്ലോ. വെറുതെ ഞങ്ങളുടെ കൂടി കേരളമാണ്. ഓക്കെ, രാഹുൽ ചോദിച്ച ചോദ്യങ്ങൾ 2-3 കുറെ ചോദ്യങ്ങൾ ഒന്ന് പറഞ്ഞോട്ടെ. കേരളം ആരുടെയും തീരെഴുതി കൊടുത്തിട്ടില്ല കേട്ടോ. ഭാരതത്തിലെ റെയിൽവേയെ പറ്റി പറഞ്ഞു. നിങ്ങൾക്ക് ഉത്തരം വേണ്ടേ? ഉത്തരം വേണോ? അടുത്ത ചോദ്യത്തിലേക്ക് പോട്ടെ. ഉത്തരം വേണോ? ഭാരതത്തിലെ ഇന്ത്യൻ റെയിൽവേ പറ്റി ചോദ്യം ചോദിച്ചു. ഇന്ത്യൻ റെയിൽവേയുടെ അവസ്ഥ ഇപ്പൊ എന്താ? പറഞ്ഞോട്ടെ 13.5 ലക്ഷം തൊഴിലാളികൾ ജോലിയെടുത്തിരുന്ന ഇന്ത്യൻ റെയിൽവേ ഇപ്പൊ 10 ലക്ഷം പേരെ ജോലിയെടുക്കുന്നുള്ളൂ.
3.5 ലക്ഷം ഒഴിവ് നികത്താതെ കിടക്കുകയാണ്. എന്നിട്ടാണ് ഇന്ത്യൻ റെയിൽവേ വലിയ സംഭവമായിട്ട് വരുന്നത്. ഇന്ത്യൻ റെയിൽവേ സ്വകാര്യവൽക്കരിക്കുന്നു. നിങ്ങൾ എറണാകുളം റെയിൽവേ സ്റ്റേഷൻ, പാലക്കാട് റെയിൽവേ സ്റ്റേഷൻ ഒക്കെ പറഞ്ഞല്ലോ. തൊട്ടപ്പുറത്ത് കോയമ്പത്തൂർ റെയിൽവേ സ്റ്റേഷൻ ഉണ്ട്. അവിടെ വരെ അദാനിയുടെ ട്രെയിൻ ഓടി തുടങ്ങി, ടാറ്റയുടെ പുതിയ ട്രെയിനുകൾ വന്നില്ലേ? പറഞ്ഞോട്ടെ വന്ദേ ഭാരത് 2019 പറഞ്ഞോട്ടെ. ചൈനയിലും മറ്റ് വിദേശ രാജ്യങ്ങളിലും ഹോങ്കോങ്ങിലും എല്ലാം 1000 കിലോമീറ്റർ മണിക്കൂറുള്ള ട്രെയിൻ ഓടുമ്പോഴാണ് വന്ദേ ഭാരത് 2019 പറയട്ടെ 2019 വന്ദേ ഭാരത് വന്നു. 2019 വന്ദേ ഭാരത് വന്നല്ലോ. ഇവിടെ തന്നത് എപ്പോഴാ? കേരളത്തിൽ തന്നത് 2024 2024 ഇവിടെ വരുന്ന എല്ലാ സ്റ്റേറ്റിലും കൊടുത്തതിന് ശേഷം കേരളത്തെ തകർക്കുന്നു. ഇവിടെ ഇവർ പറഞ്ഞല്ലോ കുറെ കാര്യം, പെൻഷന്റെ കാര്യം പറഞ്ഞു. എന്താ ഞാനത് ചോദിക്കാൻ, എന്താ നിങ്ങൾ ചോദിക്കാതെന്ന് വിചാരിച്ചിരിക്കുക? കേരളത്തിലെ പെൻഷൻ തടസ്സപ്പെടുന്ന ഈ നരേന്ദ്രമോദി ഗവൺമെന്റ് ആണ്. എങ്ങനെയാ തടസ്സപ്പെടുന്നത്? പറഞ്ഞോട്ടെ. കേരളത്തിലെ UDF ഗവൺമെന്റ് ഭരിച്ചുകൊണ്ടിരുന്നപ്പോൾ 600 രൂപ പെൻഷൻ ആയിരുന്നു, 18 മാസം കുടിശ്ശികയായിരുന്നു. LDF ഗവൺമെന്റ് അധികാരത്തിൽ വന്നു, 1000 രൂപയാക്കി. ഓരോ വർഷവും 100 രൂപ വീതം വർദ്ധിപ്പിച്ച് 1600 രൂപയാക്കി. ഒരു മുടക്കം ഇല്ലാതെ കൊടുത്തു. എങ്ങനെയാ കൊടുക്കുന്നത്? പെൻഷൻ കമ്പനി വഴിയാണ്. ആ പെൻഷൻ കമ്പനി ഇവർ തകർത്തു. പെൻഷൻ കമ്പനി കടമെടുക്കൽ പരിധിയിലേക്ക് വന്നു. അത് മാറ്റി. ജീവനക്കാരുടെ ശമ്പളം മുടങ്ങിയതോ? പറയട്ടെ കിഫ്ബി, ഈ പറഞ്ഞ കിഫ്ബി ഉണ്ടല്ലോ, 65 ലക്ഷം കോടി രൂപയുടെ പ്രവർത്തനങ്ങളാണ് ആലപ്പുഴ ജില്ലയിലും കേരളത്തിലെമ്പാടും പാലങ്ങളും റോഡുകളും സ്കൂളുകളുമായി കിഫ്ബി നടത്തിയത്. ആ കിഫ്ബി ഇവർ തടസ്സപ്പെടുത്തി. ഇപ്പൊ പെൻഷന്റെ കാര്യം പറഞ്ഞാൽ കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് കേരളത്തെ ഇപ്പോ 2ാം പിണറായി ഗവൺമെന്റ് അധികാരത്തിൽ വന്നു. രാഹുൽ, എന്റെ ചോദ്യത്തിന് മറുപടി പറയില്ല. ജീവനക്കാരുടെ ശമ്പളം കേരളത്തിന്റെ ചരിത്രത്തിൽ ആദ്യമായി മുടങ്ങി. അതിലേക്കാ വരുന്നത്. 2021 പിണറായി ഗവൺമെന്റ് അധികാരത്തിൽ നിന്ന് 5 വർഷം പൂർത്തീകരിച്ചപ്പോ ഇവരിവിടെ തീരുമാനിച്ചു, എന്താ ഈ ഗവൺമെന്റ് വീണ്ടും അധികാരത്തിൽ വന്ന കുഴപ്പമാണ്. രണ്ടാമതും അധികാരത്തിൽ വന്നു. ജനങ്ങൾക്ക് അനുകൂലമായി 4 ലക്ഷം വീട് നിർമ്മിച്ചു കൊടുത്തു. ലൈഫ് പദ്ധതിയിൽ മോദിയുടെ വടോട്ടിക്കണം എന്ന് പറയുന്നത് എത്രയാ? 70,000 രൂപയാണ് ഫണ്ട്. 4 ലക്ഷം രൂപയ്ക്കാണ് ലൈഫ് പദ്ധതിയിൽ വീട് വെക്കുന്നത്. ആ 4 ലക്ഷം കുടുംബങ്ങൾക്ക് വീട് വെച്ചു കൊടുത്തു. അതുപോലെ തന്നെ പെൻഷൻ 1600 രൂപ എല്ലാവർക്കും എത്തിച്ചു. അപ്പോഴാണ് ഇവർ തടസ്സപ്പെടുത്താൻ പെൻഷൻ തടസ്സപ്പെടുത്തി 57,400 കോടി രൂപയുടെ കുറവ്, 57,400 കോടി രൂപ വെട്ടിക്കുറച്ചു. ഞാൻ കണക്ക് പറയാം. ക്ഷേമ പെൻഷന്റെ കേന്ദ്ര സർക്കാരിന്റെ പൈസ 579. നെല്ല് സംഭരണത്തിന്റെ കേന്ദ്ര സർക്കാർ തരാനുള്ള പൈസ 790 കോടി രൂപയാണ്. അതുപോലെ ആരോഗ്യ ഗ്രാന്റ്, ഇവർ ഈ ആരോഗ്യം എന്നൊക്കെ പറയുന്നുണ്ടല്ലോ, NHMന്റെ ഫണ്ട് ഒന്നും തന്നിട്ടില്ല. ഇവിടെ കേരള ഗവൺമെന്റ് ആണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഫണ്ടെല്ലാം കടാണ്, ഇങ്ങോട്ട് തരുന്നില്ല. അതുപോലെ ധനകമ്മീഷൻ ഗ്രാന്റ് 581 കോടി രൂപ കേരളത്തിൽ. രാഹുൽ, സാമ്പത്തിക പ്രതിസന്ധിയാണെന്ന് പറയുമ്പോഴും ഒരു ഭാഗത്ത് ദൂർത്തല്ലേ നവകേരള സദസ്, കേരളീയം, ഇതിനൊക്കെ പൈസ ഉണ്ടല്ലോ. നവകേരള സദസ്സും കേരളീയം സർക്കാരിന്റെ ഫണ്ടെടുത്ത് ചെലവാക്കിയതല്ല, സ്പോൺസർഷിപ്പിലാണ്. അതൊരു കാര്യം. ഒന്ന് പറഞ്ഞോട്ടെ. അല്ല, സ്പോൺസർഷിപ്പിലാണ്. BJP പരിപാടി അല്ലെങ്കിൽ ഒരു പരിപാടി അപ്പൊ ഒരു കാര്യം പറഞ്ഞോട്ടെ. LDF ഗവൺമെന്റ് ഇപ്പൊ വന്നതിന് ശേഷം UDF ഇവിടെ തകർത്ത് തരിപ്പണമാക്കി. 6% നികുതി പിരിവ്. ഇപ്പൊ കേന്ദ്രം തന്നില്ലെങ്കിലും നികുതി പിരിവ് 6% UDF ഭരിക്കുമ്പോ. ഇപ്പൊ LDF വന്നപ്പോ 23.24% പിരിച്ച പൈസയാണ് പിരിക്കുന്നത്. സംസ്ഥാന ഗവൺമെന്റ് ജോലിക്കാർക്ക് ഉൾപ്പെടെ ഒരു കാരണവശാലും മുടങ്ങില്ല. ഇപ്പൊ പെൻഷൻ 2 മാസത്തെ പെൻഷൻ ഇപ്പൊ കൊടുത്തു തുടങ്ങും. അടുത്ത ദിവസം പെൻഷൻ കൊടുത്തു തുടങ്ങും. അടുത്ത ഏപ്രിൽ മാസം സാമൂഹിക സുരക്ഷാ പെൻഷൻ കേന്ദ്രം തരുന്നില്ല. 5 മാസം തടസ്സപ്പെടുത്തിയത് കേന്ദ്രമാണ്. രാഹുൽ, പിന്നെ എന്തിനാ കേരളത്തിൽ ഒരു സർക്കാർ? എന്തിനാണ് കേരളത്തിൽ ഒരു സർക്കാർ? എല്ലാം കേന്ദ്രം പറയുന്നു. കേരളത്തിലെ സർക്കാർ പെൻഷൻ കൊടുത്തോണ്ടിരുന്നത് ആ പെൻഷൻ കമ്പനി തടസ്സപ്പെടുത്തി. അങ്ങനെയാണ് ഇപ്പോ പെൻഷൻ തടസ്സപ്പെട്ടത്. പക്ഷേ ഗവൺമെന്റ് തീരുമാനിച്ചു പെൻഷൻ കൊടുക്കും. ഇവിടെ പെൻഷൻ കൊടുക്കാൻ തീരുമാനിച്ചു. 2 മാസത്തിൽ പോരും. ഏപ്രിൽ വിഷുവിന് മുമ്പ് ഒന്നുകൂടെ വരും. ഓണത്തിന് മുമ്പ് മുഴുവൻ തീർക്കും. പെൻഷൻ കുടിശ്ശികയില്ലാതെ. ഒരു കാര്യം കൂടെ പറയാം. LDF ഗവൺമെന്റ് പൂർത്തീകരിക്കുമ്പോൾ 2,500 രൂപ പെൻഷൻ കേരളത്തിലെ ജനങ്ങൾക്ക് നൽകും. 1,600 ആക്കിയെങ്കിൽ 2,500 കേന്ദ്ര ഗവൺമെന്റ്. BJPയുടെ പ്രതികരിച്ചുള്ള വ്യക്തിയോടാണ് ഞാൻ ചോദിക്കുന്നത്. നിങ്ങള് തൃശ്ശൂരില് ഭാരത് റൈസ് എന്ന് പറയുന്ന ഒരു റൈസ് കൊണ്ടുവന്നിട്ടുണ്ട്. തൃശ്ശൂർ മാത്രമല്ല, ആലപ്പുഴയിൽ എന്താണ്? ആലപ്പുഴയിൽ ജയിക്കത്തില്ലെന്ന് ഉറപ്പുള്ളത് കൊണ്ടാണോ ആലപ്പുഴയിൽ ഭാരത് റൈസ്? അതോ ആലപ്പുഴയിൽ ശൗചാലയങ്ങൾ നിർമ്മിച്ചിട്ടില്ലേ? ആ ശൗചാലയങ്ങൾ വന്നാൽ മാത്രമേ ഭാരത് റൈസ് ആലപ്പുഴ കൊടുക്കത്തുള്ളൂ.
മറുപടി പറയട്ടെ. ഒരു കാര്യം ചോദിക്കാനുള്ളത് സിപിഎമ്മിനെ പ്രതികരിച്ച വ്യക്തിയോടാണ്. ഇവിടെ എല്ലാ പൊതുമേഖലാ സ്ഥാപനങ്ങളും സ്വകാര്യവൽക്കരിക്കുമ്പോൾ തിരുവനന്തപുരം എയർപോർട്ട് സ്വകാര്യവൽക്കരിക്കാൻ പോകുന്നു പറഞ്ഞപ്പോൾ ജയിക്ക് പറഞ്ഞുകൊണ്ട് എന്താണ് വില, എന്താണ് വില നമ്മൾ വാങ്ങിക്കൊള്ളാന്ന് ബഹുമാനപ്പെട്ട സിപിഎം മെമ്പറോട് ചോദിക്കുകയാണ്. മുഖ്യമന്ത്രി സ്കൂളിൽ പഠിക്കുന്ന കുട്ടികൾക്ക് പ്രഭാത ഭക്ഷണവും 100 മില്ലി പാലും ഒരു അതേതുള്ള ചോദ്യം പ്ലീസ്, പെട്ടെന്ന് സമയം അവസാനിപ്പിക്കാറായി. ഇന്നത്തെ പത്രത്തിലുണ്ട് സപ്ലൈകോയിൽ പോയ 1000 കിറ്റ് പോലും ഇല്ല, സാധനങ്ങളില്ല. ഇന്നത്തെ പത്രത്തിൽ ഇലക്ട്രൽ ബോണ്ട് വഴി കിട്ടിയ പൈസയുടെ കണക്കുണ്ട്. ആ പൈസ മറുപടി പറയേണ്ടി വരും. പറഞ്ഞിട്ടില്ല. നിങ്ങൾ ഭാരത റൈസിനെതിരെ കൊണ്ടിട്ട് കാര്യമില്ല. ഭാരത റൈസ് ഭാരതത്തിലെമ്പാടും വിതരണം ചെയ്യുകയാണ്. ആലപ്പുഴ കൊടുത്തു, കലവൂർ കൊടുത്തു, അരൂര് കൊടുത്തു, ചേർത്തലയിൽ കൊടുത്തു, കായംകുളം റേഷൻ കടയിൽ 9 രൂപയ്ക്ക് കൊടുത്തു. ആയിരക്കണക്കിന് ആളുകളാണ് ഭാരത റൈസ് വാങ്ങാൻ വേണ്ടി വന്നത്. പൊതുവിപണിയിൽ ഇടപെട്ട ഒരേ ഒരു സർക്കാരാണ് മോദി സർക്കാർ. പൊതുവിപണിയിൽ ഇടപെട്ട ഒരേ ഒരു അഭിമാനത്തോടെ ഓണത്തിന് ജനങ്ങളെ ഓണം വന്നാലും ക്രിസ്ത്യൻ വിശ്വാസികളെ ആക്രമിച്ചു, ക്രിസ്ത്യൻ പള്ളികൾ ആക്രമിച്ചു. അവിടെയും അല്ലാതെ ഒരാൾ സമയമില്ല, പറയട്ടെ ഒരു നിമിഷം. സമയമില്ല. 7 മാസത്തെ കുടിശ്ശിക വരുമ്പോഴും 18 മാസം കുടിശ്ശിക 600 രൂപ 34 ലക്ഷം പേർക്ക് 18 മാസം കുടിശ്ശിക 18 മാസം കുടിശ്ശിക 13 മാസമായി കൊടുക്കുന്നില്ല. ഭരണകൂടമായി കൊടുത്തത് LDF ഗവൺമെന്റാണ്. ദുരിത ഭരണം നടത്തിയ ഒരു ഭരണകൂടമാണ് പൂർണ്ണമാവുകയാണ്. ചർച്ചകൾ തുടരും. എന്തായാലും ജനസഭയിൽ ഉയർന്ന ഈ വീറും വാശിയും പൊതു തെരഞ്ഞെടുപ്പിലും പ്രതിഫലിക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല. ജനസഭ നാളെ കോട്ടയത്ത്. നന്ദി, നമസ്തേ.